റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കിക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും F-35 സെൽത്ത് യുദ്ധവിമാന പദ്ധതിയിലേക്ക് തിരിച്ചെത്താനുമുള്ള ഒരു വഴിയൊരുക്കാനായി S-400 ഒഴിവാക്കാൻ പ്രസിഡന്റ് എർദോഗൻ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: S-400 മറ്റാർക്കെങ്കിലും വിൽക്കാൻ തുർക്കിക്ക് കഴിയുമോ? ഇല്ല എന്നതാണ് അതിന്റെ ഉത്തരം. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ ഇടപാടിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും റഷ്യയുടെ കൈകളിലാണ്. തുർക്കിക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ എന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. തുർക്കിയിലെ പത്രമായ ഹോറിയറ്റ് അങ്കാര S-400 സംവിധാനം ഒരു ഗൾഫ് രാജ്യത്തിന് കൈമാറാൻ തയ്യാറെടുക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. UAEയും ഖത്തറും സാധ്യതയുള്ള വാങ്ങുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ റഷ്യയും തുർക്കിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് റഷ്യയും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ റഷ്യൻ പ്രസിഡൻഷ്യൽ ഓഫീസ് വക്താവ് ദിമിത്രി പെസ്കോവ് വിസമ്മതിച്ചിരിക്കുകയാണ്. ഇത് വളരെ സെൻസിറ്റീവ് വിഷയമാണ് എന്നത് മാത്രമല്ല, S-400ന്റെ ഭാവി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധങ്ങൾ തുടരുന്നുണ്ടെന്ന് റഷ്യ പരസ്യമായി സമ്മതിക്കുന്നത് ഇതാദ്യമായാണ്. 2017 തുർക്കി റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങി. തുടർന്ന് സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അമേരിക്ക തുർക്കിയെ F-35 പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും കാറ്റ്സ പ്രകാരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ തന്നെ രണ്ടാം ഭരണകാലത്ത് തുർക്കി S-400 ഒഴിവാക്കുകയാണെങ്കിൽ F-35 പദ്ധതിയിലേക്കുള്ള വഴി വീണ്ടും തുറന്നേക്കാമെന്ന് ട്രംപ് സൂചന നൽകിയിട്ടുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള കാര്യമല്ല. F-35 പദ്ധതിയിലേക്ക് തിരിച്ചെത്തുക എന്നതിനർത്ഥം കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള പ്രതിരോധ വ്യവസായം, സാങ്കേതിക വിദ്യ, ഭാവിയിലെ സൈനിക ഇടപാടുകൾ എന്നിവയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക കൂടിയാണ്. അതുകൊണ്ട് തുർക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവർക്ക് തോന്നുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. കാരണം 2017 റഷ്യ തുർക്കി കരാർ പ്രകാരം S-400 സംവിധാനം മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നതിന് മോസ്കോയുടെ ഔദ്യോഗിക അനുമതി ആവശ്യമാണ്. അതായത് റഷ്യയുടെ ഔദ്യോഗിക അനുമതി വേണം. ഇതിനർത്ഥം എർദോഗന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് തന്റെ സൗഹൃദ രാജ്യമായ പാകിസ്ഥാന് കൈമാറാൻ കഴിയുമായിരുന്നു. റഷ്യക്ക് ഇതിനുള്ള അനുമതി നൽകുകയോ അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആ സംവിധാനം തിരികെ വാങ്ങാൻ തയ്യാറാകുകയോ ചെയ്യാവുന്നതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം പുടിൻ തന്റെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ S-400 തിരികെ സൂക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമുണ്ട്. അതേസമയം തുർക്കിക്ക് മേൽ തന്ത്രപരമായ സമ്മർദ്ദം നിലനിർത്താനും റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. അംഗീകാരം വൈകുന്നത് US-യുമായുള്ള അങ്കാരയുടെ കരാറിനെ തടസ്സപ്പെടുത്താൻ ഒരു പ്രധാന സാധ്യതയായി മാറും. ഇതിനർത്ഥം ഈ മുഴുവൻ ഗെയിമിലും റഷ്യക്ക് അന്തിമ വീറ്റോ ഉണ്ടെന്നാണ്. നിലവിൽ UAEയും ഖത്തറുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായ സമീപകാല സൈനിക സംഘർഷത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ S-400 അവർക്കൊരു മികച്ച ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്. ഏത് രാജ്യമാണ് ഇത് സ്വന്തമാക്കാൻ പോകുന്നതെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും ഈ നീക്കം അമേരിക്കയ്ക്ക് പുതിയ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ഈ വിഷയം കൂടുതൽ കൗതുകകരമാവുന്നത്. ഇന്ത്യൻ വ്യോമസേന ഇതിനകം തന്നെ S-400 പ്രവർത്തിക്കുകയും അതിൽ പ്രവർത്തന പരിചയം നേടുകയും ചെയ്തതിനാൽ ഇന്ത്യ തന്നെ ഇത് തുടർന്നും വാങ്ങും എന്നതാണ് റഷ്യ ഇപ്പോൾ കരുതുന്നത്. കൂടാതെ ലോകരാജ്യങ്ങളടക്കം കരുതുന്നത്. കാരണം ഇന്ത്യ ചോദിച്ചാൽ റഷ്യ S-400, S-500 അതിന്റെ ഓരോ അഡ്വാൻസ്ഡ് വെർഷൻ ഇന്ത്യക്ക് കൊടുക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം നിലവിൽ വളരെ തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്ത് സമീപകാല സംഘർഷങ്ങളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ അത്തരമൊരു ഇടപാടിന് സാധ്യതയില്ല. അതായത് പാകിസ്ഥാന് തുർക്കി കുറെ ആയുധങ്ങൾ നൽകി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. അതുകൊണ്ട് തന്നെ തുർക്കിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അതായത് തുർക്കിയുമായി ഒരു നയതന്ത്ര ബന്ധം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുകയാണ്.